അടിമാലി സ്വദേശിയായ ബിനു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ മരം മുറിക്കാൻ പോയപ്പോൾ മരത്തിൽ നിന്ന് വീണ് ശരീരം തളർന്നു പോയിരുന്നു. ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് അടിമാലി വിശുദ്ധീതി CMA പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളായ ജോൺ തലച്ചെറിയും വിദ്യാർത്ഥികളും ഇദ്ദേഹത്തിന് ഒരു ജോലി സ്ഥിരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ഇദ്ദേഹവുമായി എത്തുകയായിരുന്നു. 6 മൈൽ കമ്പിലൈനിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ 28 വയസ്സായി. 2006 ഫോറസ്റ്റിൽ മരങ്ങളിലുള്ള ഇത്തിക്കണ്ണി ക്ലീൻ ചെയ്യുന്നതിനായിട്ട് തേക്കിൽ കയറി താഴെ വീഴുകയാണ് ഉണ്ടായത്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ ഈ ബിനു ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് ചികിത്സയിലായിരുന്നു. ഫോറസ്റ്റിൽ നിന്ന് ബിനുവിന് കിട്ടേണ്ടതായിട്ടുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ബാക്കി ബിനുവിനോട് ചോദിച്ചാൽ ബിനു പറയുന്നതായിരിക്കും. 2006 മാർച്ച് 10 ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പണിക്ക് പോയപ്പോഴാണ് തേക്ക് മരത്തിൽ നിന്ന് വീഴുന്നത്. അങ്ങനെ നട്ടലിന് ക്ഷതം സംഭവിച്ച് 7 വർഷത്തോളമായി ഞാൻ തളർന്നു വീണ് കിടപ്പ് തന്നെയാണ്. ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ ഇങ്ങനെ വീടും സ്ഥലമൊക്കെ പണയപ്പെടുത്തിയായിരുന്നു ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. ആകെ ബുദ്ധിമുട്ടായി, കടവും കയറി ജീവിക്കണമെന്ന് തന്നെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഈ വിശുദ്ധ സ്കൂളിലെ അച്ഛനൊക്കെ ഞങ്ങളുടെ കാര്യം അറിയുന്നതും ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ അച്ഛൻ അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയും എന്നിട്ട് അവിടുന്ന് അച്ഛൻ അതിനെ ചെയ്ത വീട് ഞങ്ങൾക്ക് തിരിച്ചെടുത്ത് നൽകുകയും ചെയ്തു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോയെന്ന് നോക്കാം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പണിക്ക് പോയതല്ലേ എന്ന് പറഞ്ഞ് അതിനുശേഷമാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്ന കാര്യം തീരുമാനിച്ച് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഞങ്ങളുടെ വീടിൻ്റെ 1.5 കിലോമീറ്റർ സൈഡിൽ തന്നെ അടുത്തായിട്ട് തന്നെ ഇപ്പോൾ ഒരു കടമുറി വെച്ച് തരാം, ടോയ്ലറ്റ് സൗകര്യത്തോടു കൂടി. എനിക്ക് ടോയ്ലറ്റ് സൗകര്യം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, കാരണം യൂറിൻ പോകുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ തന്നെ NHൻ്റെ അവിടെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ കടമുറിയും ബാത്റൂം ടോയ്ലറ്റോടു കൂടി ചെയ്തു തരാമെന്ന് പറയുകയും ആ കടയിൽ ആവശ്യ സാധനങ്ങൾ മേടിക്കുന്നതിനായിട്ട് 50,000 രൂപ അനുവദിച്ച് നൽകുകയും ചെയ്തു. അത് വളരെ നന്ദിയും കടപ്പാടും അദ്ദേഹത്തിനോട്, മുഖ്യമന്ത്രിയോട് ഉണ്ട്. വിശുദ്ധ സ്കൂളിൻ്റെ എക്സ്റ്റൻഡഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സംരംഭത്തിലെ 2ാമത്തെ അംഗമാണ് ബിനുചേട്ടൻ. 2006 വെച്ച് മരത്തിൽ നിന്ന് വീണ് ഹാഫ് പാരലൈസ്ഡ് ആയിപ്പോയി. അങ്ങനെ വളരെ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞങ്ങളെ പ്രിയപ്പെട്ട ഫാദർ അച്ഛൻ അവിടെ ചെല്ലുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുകയും ഞങ്ങൾക്കാവുന്ന രീതിയിൽ സഹായിക്കാനും ഞങ്ങൾക്ക് പറ്റി. അതിനോടനുബന്ധിച്ച് ഒരു ജോലി നേടുവാനും എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. മുഖ്യമന്ത്രിനെ കാണുവാനും അവിടെ സഹായം ലഭിക്കാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്.